എന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ എന്റെ യേശുവല്ലാതാരുമില്ല. എന്റെ ഹൃദയ വിചാരങ്ങൾ അറിയുന്നവൻ എന്റെ യേശുവല്ലാതാരുമില്ല. എന്റെ ആശ്രയം നീ മാത്രമല്ലോ, എന്നെ പൂർണ്ണമായി നൽകിടുന്നു. എല്ലാ മാന്യ സഹോദര സഹോദരിമാർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹവന്ദനം. മനുഷ്യൻ എന്നാൽ മനനം ചെയ്യുന്നവൻ എന്ന് സാധാരണ പറയാറുണ്ട്. അതെ, മനുഷ്യന് മാത്രമേ ഈ അത്ഭുതകരമായിട്ടുള്ള കഴിവുള്ളൂ. മനസ്സാണ് ചിന്തയുടെ ഉറവിടം. മനസ്സ് എന്നതിനെ ബൈബിളിൽ പലയിടത്തും ഹൃദയം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സ് വളരെ വിസ്തൃതമായ മേഖലയാണ്. സങ്കല്പം അഥവാ ഭാവന എന്നത് മനസ്സിൻ്റെ മറ്റൊരു തലമാണ്. ബൈബിളിൽ ഇതിനെ നിരൂപണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനമെടുക്കുവാനുമായിട്ടുള്ള കഴിവ് നൽകിയിട്ടാണ് സൃഷ്ടിച്ചത്. ഈ കഴിവിനെ പോസിറ്റീവായി എടുക്കുന്നത് വലിയ സന്തോഷത്തിനും പ്രതീക്ഷയ്ക്കും അനുഗ്രഹത്തിനും കാരണമായി തീരും. അതിനെ നെഗറ്റീവായും എടുക്കാം. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ വലിയ വിഷമത്തിലേക്ക്, ചതിയിലേക്ക് ഒക്കെ വഴുതി വീഴുവാനായിട്ട് ഇടയായിത്തീരും. മനുഷ്യ സൃഷ്ടിക്ക് ശേഷം ഭൂമിയിൽ മനുഷ്യർ പെരുകിക്കൊണ്ടിരുന്നു. ഉൽപ്പത്തി 6-ാം അധ്യായം ആരംഭിക്കുന്നത് ഈ വാക്കുകളോടെയാണ്. എന്നാൽ തുടർന്ന് വായിക്കുമ്പോൾ മനുഷ്യൻ നല്ലതിന് പകരം ഏറ്റവും വഷളത്വം പ്രവർത്തിക്കുന്ന അവസ്ഥയിലെത്തി. ബൈബിൾ ഇപ്രകാരം പറയുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രേ എന്നും യഹോവയായ ദൈവം കണ്ടു. ഉൽപ്പത്തി 6:5. എന്നാൽ അതിൻ്റെ മധ്യത്തിലും ദൈവത്തെ അന്വേഷിക്കുന്ന, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ താല്പര്യമുള്ള ഒരു വ്യക്തിയെ ദൈവം കണ്ടു. ദൈവം ജലപ്രളയം എന്ന ന്യായവിധി നടത്തിയപ്പോൾ സകല മനുഷ്യരും നശിച്ചുപോയി. എന്നാൽ ഒരു കുടുംബം ആ ന്യായവിധിയിൽ നിന്നും വിടുവിക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. നോഹയും കുടുംബവുമായിരുന്നു അത്. സഭാപ്രസംഗികളുടെ പുസ്തകം 7-ാം അധ്യായം 29-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് സോളമൻ ചക്രവർത്തി രേഖപ്പെടുത്തിയത്: ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ക്രിസ്തു പറഞ്ഞ വാക്കുകളും ഇതോടൊപ്പം വളരെ ശ്രദ്ധേയമാണ്. മനുഷ്യൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു. അത് മനുഷ്യനെ അശുദ്ധനാക്കുന്നു. എങ്ങനെയെന്നാൽ ദുശ്ചിന്ത, കൊലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നു. മനുഷ്യനെ അശുദ്ധമാക്കുന്നത് ഇതത്രേ. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 18-19 വാക്യങ്ങൾ. ഭക്തനായ ദാവീദ് പറയുന്നത്: എൻ്റെ നിരൂപണം ദൈവമേ അങ്ങ് ദൂരത്തുനിന്നും ഗ്രഹിക്കുന്നു, എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് ശോധന ചെയ്യുന്നു, എൻ്റെ വഴികളൊക്കെയും അങ്ങേക്ക് മനസ്സിലായിരിക്കുന്നു. കർത്താവെ, അങ്ങ് മുഴുവനും അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേൽ ഇല്ല എന്നാണ്. സങ്കീർത്തനങ്ങൾ 139:2. സ്വർഗത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവം മനുഷ്യർക്ക് വെളിപ്പെടുത്തി തന്നത് അതിനെക്കുറിച്ച് ചിന്തിക്കാനും നല്ലതിനെ തിരഞ്ഞെടുത്ത് മുന്നോട്ട് ജീവിക്കുവാനും വേണ്ടിയാണ്. നമുക്ക് മുമ്പേ മരിച്ചുപോയ ഭക്തന്മാരെക്കുറിച്ച് ബൈബിൾ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്: അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. എബ്രായർ 11:16. നമ്മുടെ ചിന്താമണ്ഡലം സ്വർഗവുമായി ബന്ധിപ്പിക്കുവാൻ കഴിഞ്ഞാൽ നമ്മുടെ നിരൂപണം അതിനോട് ബന്ധപ്പെട്ട് മാത്രമായിരിക്കും. ഈ ഭൂമിയിലുള്ളത് മാത്രമായി ചിന്തിക്കുകയാണെങ്കിൽ അതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കും. വെട്ടിപ്പിടിക്കാനായിട്ടുള്ള ചിന്തയും അതിനുവേണ്ടി എന്ത് ഹീനകാര്യവും ചെയ്യുവാനായിട്ടുള്ള താല്പര്യവും ആയിരിക്കും ഉടലെടുക്കുന്നത്. അത് വലിയ കുറ്റകൃത്യത്തിലേക്കും ശിക്ഷയിലേക്കും നയിക്കുന്നതാണ്. നമുക്ക് ചെയ്യുവാനായിട്ടുള്ള ഒരു നല്ല മാർഗനിർദ്ദേശം ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. അത് ഇപ്രകാരമാണ്: മകനെ, എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക, എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്കുക. സകല ജാഗ്രതയോടും കൂടെ നിൻ്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവൻ്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത്. വായുടെ വക്രത നിൽ നിന്ന് നീക്കിക്കളക. സദൃശവാക്യങ്ങൾ 4:23. പ്രിയമുള്ളവരെ, നമ്മുടെ നിരൂപണങ്ങളും ഭാവനാശക്തിയും ഉന്നത നിലവാരം പുലർത്തുന്നതായിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. സ്വർഗരാജ്യ നിരൂപണമെൻ ഹൃദയവാഞ്ചയാം, ദൈവദൂതർ കൂട്ടത്തിൽ എൻ സ്നേഹിതരെ കാണാം. അങ്ങും എന്നേക്കും വേർപിരിയാതെ ക്രിസ്തുവിൻ കൂടെ പാർക്കും നമ്മളെല്ലാം.